ഹലോ, നമുക്ക് ഇന്നൊരു ചീര വെച്ചൊരു ഹെൽത്തി റെസിപ്പി കണ്ടാലോ? വേറെ ഒന്നല്ല കേട്ടോ, ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ പല രീതിയിലും പല സ്റ്റൈലിൽ ഇത് വയ്ക്കാൻ പറ്റും, പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ പറയുന്നു എന്നുള്ളൂ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വേവിച്ചു. ഇനി നമുക്കതിലേക്ക് ചീര ഇടാം. ചീര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളകും പൊടിയാണ്. അപ്പോൾ മുളകും പൊടി ഒരുപാട് ഇടണ്ട കേട്ടോ, കുറച്ച് ആവശ്യത്തിന് നല്ലോണം എരിവൊക്കെ താല്പര്യമുള്ളവർക്ക് ഇടാം. പക്ഷെ അത് എരിവില്ലാണ്ട് അത് അങ്ങനെ കഴിക്കാനാണ് അത് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട വേറെ ഐറ്റം നാളികേരമാണ്. നാളികേരം ഇടാണ്ടൊക്കെ ഇത് വെക്കും, പക്ഷെ നാളികേരം ഇട്ട് വെച്ചാൽ ഒന്നും കൂടി ഒരു കൊഴുപ്പുണ്ടാവും. ഞാൻ എന്തായാലും നാളികേരം അരച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നാളികേരം ഇനി ഒന്ന് കുറച്ച്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഇട്ടിട്ടൊന്ന് നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ഒഴിക്കാം. അതൊഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. കറി റെഡിയാണ്. 10 മിനിറ്റിന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് നല്ലോണം കുറുകി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട, കടുക് ചേർത്താൽ മതി. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് 2 ഉണക്കമുളക് ഇട്ടിട്ട് നമുക്കിനി ഇത് നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാം. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഇത് കൂട്ടിയിട്ട് നല്ലോണം ചോറിനാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറച്ചി മീനും കഴിച്ച് മതിയാവുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു നല്ല തോന്നലുണ്ട്, ഇനി കുറച്ച് നാളത്തേക്ക് പച്ചക്കറി മാത്രം കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കണ ഒരു കറിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.